അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവ്. ഇന്നലെ അത്ഭുതകരമായ ഒരു സംഭവം നടന്നു. 13 വർഷങ്ങൾക്ക് മുൻപ് ഒരു റമദാൻ മാസം അവസാനിക്കാനായ ദിവസം മലപ്പുറം ജില്ലയിലെ അരീക്കോട് സ്വാബിറ എന്ന് പേരുള്ള ഒരു യുവതിയും 2 ചെറിയ പിഞ്ചു കുട്ടികളും ഒരു വെള്ളക്കെട്ടിലേക്ക് വീണ് മരണപ്പെട്ടൊരു സംഭവം. ഭർത്താവ് വളരെ പ്ലാനഡ് ആയിട്ട്, മുഹമ്മദ് ഷെരീഫ് എന്നൊരു ഭർത്താവ് പ്ലാനഡ് ആയിട്ട് പെരുന്നാളിൻ്റെ തലേ ദിവസം സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളെയും പെരുന്നാൾ ഡ്രസ്സ് എടുത്ത് വരുമ്പോൾ കൊന്നതാണ്. ആ കൊന്ന മുഹമ്മദ് ഷെരീഫ് എന്നൊരാള് അറസ്റ്റിലായി ജാമ്യത്തിലിറങ്ങി മുങ്ങിയിരുന്നു. 13 വർഷം കഴിഞ്ഞ ഇന്നലെ കർണാടകയിൽ നിന്ന് ആ മനുഷ്യനെ നമ്മുടെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എത്ര വർഷങ്ങളായെന്നറിയോ ആ സാബിറയുടെ മാതാപിതാക്കള് തൻ്റെ മകളുടെയും പേരക്കുട്ടിയുടെയും കൊലപാതകി ഒന്ന് പിടികൂടാൻ വേണ്ടി പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കണേ. ഇന്ന് ആ സംഭവം നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ഞെട്ടിപ്പോയി. വലിയ ഈമാനിയായിട്ട് താടിയും തോപ്പിയൊക്കെ വെച്ചിട്ട് ഈ മനുഷ്യൻ സ്വന്തം ഭാര്യയെയും കുഞ്ഞുങ്ങളെയും ക്രൂരമായിട്ട് കൊന്നൊരു മനുഷ്യനാണ്. അൽഹംദുലില്ലാഹ്, സന്തോഷമുണ്ട്. നമ്മുടെ പോലീസിനെ എങ്ങനെ അഭിനന്ദിച്ചാൽ മതി വരില്ല. കാരണം അത്രയും വലിയൊരു സേവനമാണ് അവർ ചെയ്തത്. നിങ്ങൾക്ക് ഓർമ്മ ഉണ്ട് ആ ഒരു സംഭവം? എനിക്കിന്ന് നല്ല ഓർമ്മ ഉണ്ട്. പെരുന്നാളിന്റെ തലേ ദിവസം ഡ്രസ്സ് എടുക്കാൻ വേണ്ടി ഇവർ കോഴിക്കോടുക്കാണ് പോയത്. മലപ്പുറം ജില്ലയിലെ അരീക്കോടാണ് ഇവരെ വീട്. ഇവരങ്ങനെ കോഴിക്കോട് പോയിട്ട് ഇയാള് അന്ന് തന്നെ സംശയമാണ്. കാരണം ഇയാൾക്ക് 2 കാറുണ്ട്. ആ 2 കാർ എടുക്കാതെയാണ് ഇയാള് സഹോദരന്റെ സ്കൂട്ടി മറ്റേത് എടുത്തിട്ട് ഇരുചക്രവാഹനം എടുത്തിട്ട് പോയിട്ട് പാതിരാത്രി മുഴുവനും മാളിലൊക്കെ കറങ്ങി ആ ഡ്രസ്സ് വാങ്ങുമ്പോൾ ആ കുട്ടിക്ക് പറ്റിയ ഡ്രസ്സാണെന്ന് പോലും ഇയാൾ ചോദിച്ചിട്ടില്ല. കാരണം ഇയാളെ ഉള്ളിലുണ്ട് ഇവരെ മുഴുവൻ കൊല്ലാൻ പോവാണ്. എന്തിനാ ഇപ്പൊ അളവ് നോക്കണേ, ഡ്രസ്സിന്റെ കളർ നോക്കണം എന്തിനാ, അതിന്റെ സൈസ് നോക്കണം എന്തിനാ. ഇയാൾ അപ്പോഴും കടക്കാരൻ പറഞ്ഞ് നിങ്ങൾ ആ ഡ്രസ്സ് ഒന്ന് കുട്ടിയൊക്കെ ഇട്ടെടുത്ത് നോക്കിയില്ല, അത് ഭംഗിയുണ്ടോ നോക്കാലോ, സൈസ് കറക്റ്റാണോ, അതൊന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവിടെയൊക്കെ കറങ്ങി എല്ലായിടത്തും കറങ്ങി പാതിരാവാൻ വേണ്ടി ഇയാൾ കാത്തുനിന്നു. കാരണം ജനം ഒഴിയുന്നൊരു നേരാവണം. ആ മക്കള് പാവം 2 പിഞ്ചു മക്കളും ഭാര്യയും കരുതിയിരിക്കുന്നത് ഇതാ പെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി 6000 ഉറുപ്പിക ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് എന്തൊരു ഹാപ്പി ആയിരിക്കും റബ്ബേ ആ മക്കള്. എന്നിട്ട് ഈ ഭർത്താവ് വാപ്പാന്റെ കൂടെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ വീട്ടിലേക്ക് വരാനുള്ള ശരിയായ വഴിയുണ്ട്. അതെടുക്കാതെ 16 കിലോമീറ്റർ ചുറ്റി വളഞ്ഞ് വേറൊരു വഴിയിലൂടെ അവിടുന്ന് മണ്ണോ മണലൊക്കെ എടുത്തിട്ട് വലിയൊരു കുഴിയുണ്ട്. ആ കുഴിൻ്റെ അടുത്ത് കൂടി വന്നിട്ട് ഇയാളെ പ്ലാനാണ്. ഇയാൾ നേരത്തെ തന്നെ ഭാര്യയുടെ പേരിൽ ഇൻഷുറൻസ് പോളിസി എടുത്ത് 10 ലക്ഷത്തിൻ്റെ ഇൻഷുറൻസ് പോളിസി മക്കളുടെ പേരിൽ എടുക്കാൻ നോക്കി പറ്റിയില്ല. ഇയാൾ വേറെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് വളാഞ്ചേരിയിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ട് ഇതൊക്കെ പ്ലാനഡ് ആണ്. എങ്ങനെയെങ്കിലും ഭാര്യയെ ഇല്ലാതാക്കണം. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇതായിട്ട് ഇതിക്ക് മറിച്ചിടുന്നു. ഏതിലേക്ക്? ഈ വെള്ളക്കെട്ടിലേക്ക് മറിച്ചിടുന്നു. സ്വന്തം ഭാര്യയും കുഞ്ഞുങ്ങളും ആ വെള്ളക്കെട്ടിൽ കിടന്ന് പിടഞ്ഞ് വീണ് മരിക്കുന്നു. ഈ സ്കൂട്ടിയുടെ കാറ്റൊക്കെ ഒഴിച്ചിട്ട് നേരെ സ്വന്തം വീടിൻ്റെ അടുത്താണിത്, അങ്ങോട്ട് വീട്ടിൽ പോകാതെ ഗഫൂർ എന്ന പേരുള്ള അയൽപ്പക്കത്തുള്ള ഒരാളെ വീട്ടിലേക്ക് പോയിട്ട് ഒരു കുഞ്ഞിനെ നിധാന്ന് പേരുള്ള പൊന്നുമോളെ എടുത്തുകൊണ്ട് പറഞ്ഞു, എടാ ഞാൻ ഈ വെള്ളക്കെട്ടിൽ വീണടാ, വണ്ടി പഞ്ചറായിട്ടായിരിക്കും വീണതാണെന്ന് പറയുന്നു. ഇയാളുടെ മേത്ത് വീണതിൻ്റെ ഒരു പോറല് പോലുമില്ല. അങ്ങനെ പിറ്റേ ദിവസം പെരുന്നാൾക്ക് നമ്മൾ ഈ വാർത്ത അറിഞ്ഞു. എന്തിനു വേണ്ടിയാണ് ഈ മനുഷ്യൻ ഈ ക്രൂരത ചെയ്തത്? 5 വക്ത് നിസ്കരിക്കും ഇയാള്. വലിയ മതത്തിന്റെ ഉപദേശിയാണ് ഇയാൾ. ഫുൾ ഇസ്ലാം. ഇതന്നെ എല്ലാ കാര്യത്തിനും ഭയങ്കര പെർഫെക്റ്റ്. നാട്ടുകാരൊക്കെ നോക്കി മുഹമ്മദ് ഷെരീഫിന് എന്താ, പള്ളിയിൽ പോകുന്നുണ്ട്, ആൾക്കാരെ സഹായിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ കുടുംബത്തിൽ ഇതുപോലത്തെ ഒരു ക്രൂരത. നിങ്ങൾ നിസ്കരിക്കുന്ന ആളാണെന്ന് കരുതിയിട്ട് നല്ലോനാന്ന് വിചാരിക്കാൻ കേട്ടോ. പലരും ധാരണ മക്കളുടെ കെട്ടിച്ചെടുക്കാൻ നേരത്തും നിസ്കരിക്കണമാണ്, പള്ളിയിൽ നിന്ന് എനിക്ക് വരില്ല, നല്ല ആളാന്ന് വെറുതെ നിങ്ങൾ കരുതണ്ട. നിസ്കാരമൊക്കെ ഇതാണ്, ഈ ഒരു അഭിനയമാണ്, കാട്ടിക്കൂട്ടലാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അത് മനസ്സിൽ തട്ടാത്തവരാണ്. ഇയാൾ തന്നെ ഉദാഹരണം. 75 പവനും 1 ലക്ഷം ഉറുപ്പിയും കൊടുത്തിട്ടാണ് കല്യാണം കഴിഞ്ഞത്. ആ 75 ഭാര്യ അറിയാതെ 50 പവൻ ഇയാളെടുത്ത് വിറ്റത്രേ. അവിടെ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. ഭാര്യ പറഞ്ഞാൽ സ്വർണ്ണം എടുത്തു തരണം, എൻ്റെ മഹറെങ്കിലും എനിക്ക് എടുത്തു തരണം. ആ പെണ്ണിൻ്റെ സാബിറാടെ ഉപ്പ ചോദിക്കുന്നുണ്ട്, വേണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുത്താക്കാരുന്നില്ലേ എൻ്റെ പൊന്നുമോളെ, എന്തിനാടാണ് ഈ ക്രൂരത ചെയ്തത്? ഒരു പള്ളിക്കാട്ടിൽ ആ സാബിറാടെ വീടിൻ്റെ അടുത്തുള്ള പള്ളിക്കാട്ടിൽ അടുത്തടുത്തുള്ള 3 കബറിൽ കിടന്നുറങ്ങുക ആ 3 എണ്ണം. നമ്മുടെയൊക്കെ ഒരു ധാരണ അങ്ങനെയാണ്. കള്ള് കുടിക്കണവൻ മോശക്കാരനാണ്, ചിലപ്പോൾ കള്ളുടിക്കണവനാവും നന്നാവും. ഒരു ഹദീസ് ഉണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അതായത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്യാത്ത പിശുക്കനായ ഒരു ആബിദിനേക്കാൾ, നിരന്തരം ആരാധിക്കുന്ന ഒരു ആബിദ്, അതിനേക്കാൾ അള്ളാഹുവിന് ഇഷ്ടം ജനങ്ങളെ സഹായിക്കുന്ന പിശുക്കില്ലാത്ത തെമ്മാടി ഫാസിക്കിനെയാണ്. ഇത്ര ഉള്ളു കാര്യം. ഇതിൽ നിന്ന് മനസ്സിലാവും നിസ്കാരം പള്ളിയും ദിക്റൊന്നും അല്ല, അതൊന്നും ഉള്ളിൽ തട്ടാതെ അഭിനയിക്കാൻ അറിയുന്ന കാലാണ്, കാട്ടിക്കൂട്ടലുകളുടെ കാലാണ്. 90 ദിവസം കഴിഞ്ഞ് സ്വാഭാവികമായി ജാമ്യം കിട്ടി ഇറങ്ങിയിട്ട് ഇയാൾ മുങ്ങി. ഇയാൾ ഗൾഫിൽ പോയി എന്ന് പറഞ്ഞിട്ടിരുന്നു, കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞിട്ടിരുന്നു, ഇടക്കിടക്ക് കുടുംബത്തെ കാണാൻ, അങ്ങനെ പല കിംവദന്തികൾ ഉണ്ടായിരുന്നു. ഇയാൾ കർണാടകയിൽ പോയിട്ട്
അവിടെ ചെന്നിട്ട് സുഖമായിട്ട് പേരും മാറ്റി ഭയങ്കര നിസ്കാരം. പടച്ചോൻ്റെ മുൻപിലുള്ളത് പടച്ചോൻ നിങ്ങളായിക്കോളെ. പക്ഷെ പടപ്പയുടെ മുൻപിൽ നിങ്ങൾക്ക് ഒരു ന്യായീകരണമില്ല. നിങ്ങൾക്ക് അങ്ങനെ കല്യാണം കഴിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് വേറെ എന്തിനീ സ്വർണ്ണം എടുത്തിട്ട് അത് തെമ്മാടുത്ത് അത് മതത്തിനെയും കൂട്ടുപിടിക്കുന്നവരൊക്കെ അങ്ങനെ കുറേ നാൽക്കാലികളുണ്ട്. കാണുമ്പോൾ വലിയ ഇസ്ലാമിൻ്റെ കട്ടെ വലിയ കറവാവിയാണ്, പക്ഷെ സ്വഭാവം കണ്ടാലോ ഭൂലോക ഫ്രോഡത്തരം മുഴുവൻ ഉണ്ടാവും. ആളുകൾ പറയുമ്പോൾ അവൻ കാണിച്ചു കൂട്ടുന്ന ഈ മതത്തിനെ പറയാം. അതിൽപ്പെട്ട കുറേ കോമിങ്ങളുണ്ട്, വലിയ ഹാഫിദുണ്ട്, കല്യാണം കഴിച്ചോട്ട് എനിക്ക് എത്ര വിളി വരിക എന്ന് പറയാൻ എനിക്ക് ഹാഫിദാണ്, മറ്റതാണ്, മറിച്ചതാണ്, ഭയങ്കര അടിയാണ്. ഒരു ഉമ്മ എനിക്ക് വിളിച്ചു, വലിയൊരു ഒരു പള്ളിയിലത്തെ ഇമാമ മകൻ ഉമ്മാൻ അടിക്കോത്രേ. ഓരെന്ത് ദീനാ പഠിച്ചത്? അപ്പോൾ ഇതൊക്കെ വേഷം കെട്ടലും കാട്ടിക്കൂട്ടലുമാണ്. നിങ്ങൾ ഈ അടയാളങ്ങൾ, പുറമേക്കുള്ള അടയാളങ്ങൾ കണ്ടിട്ട് നിങ്ങൾ മനുഷ്യന്മാരെ വിലയിരുത്തണ്ട. എനിക്ക് ഈ മനുഷ്യൻ്റെ മുഖം കാണുമ്പോൾ തന്നെ ഉള്ളിൽ വല്ലാത്തൊരു ദേഷ്യം. ആ ഉപ്പാടെ മനമുരുകി പ്രാർത്ഥന ഉണ്ട്. ഒടുവിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് പരാതി കൊടുത്തു, എങ്ങനെയെങ്കിലും എൻ്റെ മകളെ കൊന്നവനെ കണ്ടുപിടിക്കണം. അങ്ങനെ മലപ്പുറം SP നിർദ്ദേശം കൊടുത്ത് ഒരു പ്രത്യേക ഡാൻസ് ഓഫ് സംഘം രൂപീകരിച്ചു. അതീവ രഹസ്യമായിട്ട് അന്വേഷിച്ചു എവിടെ നിന്നാണ് ഫോൺ കോളുകൾ. ഇനി പിടികൂടിയതിൻ്റെ യഥാർത്ഥ ഡീറ്റെയിൽ എങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടില്ല. പോലീസ് അത് വെളിപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയാണ് ഇയാൾ പിടിച്ചത്? ഇൻഷാ അല്ലാഹ് അത് വരും ദിവസങ്ങളിൽ വരും. അത് ഇങ്ങനെ വേറെ സ്ഥലത്ത് കർണാടകയിൽ ഇയാൾ കരുതികളൊക്കെ മറന്ന് പടച്ചോനോട് ദുആ ചെയ്ത് 100 ആളെ കൊന്നവനാണ്. പടച്ചോൻ പൊറുക്കട്ടെ. അള്ളാഹു ഗഫൂറാണ്, റഹ്മാൻ, അതിലാർക്കും സംശയമൊന്നുമില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു നിയമങ്ങളും രീതികളൊക്കെ ഉണ്ട്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ഇഞ്ഞും കെട്ടാ എന്നുള്ളൊരു തോന്നലുണ്ട്. അങ്ങനെ കുറെ മാപ്പിളാരുണ്ട്. ഒന്നിട്ട് കിട്ടി തല്ലുകൂടുമ്പോണ്ടോ ഒഴിവാക്കുക, അടുത്താണ്ട് കിട്ടുക, പിന്നെ ഇതിങ്ങനെ കെട്ടിക്കാതെ നടക്കല്ലേ. പെണ്ണുങ്ങൾ തൻ്റെയുള്ളവരാവണം. ഇങ്ങനത്തെ വരുന്നവരെ സൗകര്യം ഇല്ലടാന്ന് പറഞ്ഞ് ഓടിക്കണ പെണ്ണാവണം. ഇമ്മാതിരി കല്യാണം കഴിക്കാൻ വരുന്നവരെ പലരും പേര് രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കണം. ഒന്നിട്ട് തല്ലുകൂടുമ്പോഴേക്ക് ചോറിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ വേറെ പെണ്ണിട്ടിരുന്നൊരു കാലുണ്ടായിരുന്നു നമുക്ക്. ചോറിലൊരു മുടി കണ്ടാൽ അന്നൊക്കെ വേണ്ടടി പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്താക്കിയിട്ട് വേറെ പെണ്ണ് കിട്ടും എന്നുള്ളതുകൊണ്ടാണ് ഈ പെണ്ണ് കിട്ടുന്നത് എന്നുള്ളതാണ്. ആ കാലൊക്കെ വിദ്യാഭ്യാസം കൊണ്ട് പെണ്ണുങ്ങൾ മാറ്റി. പണ്ട് പെണ്ണുങ്ങൾക്ക് വിദ്യാഭ്യാസം ഹറാമാണ്, എന്തൊക്കെ നിയമങ്ങളിരുന്ന്. ഇപ്പം ആ നിയമങ്ങളൊക്കെ ഇതൊക്കെ സമൂഹം ഇങ്ങനെ പരിഷ്കരിച്ച് വരുമ്പോൾ അന്തം വെക്കുകയാണ്. അന്തം വെക്കുമ്പോൾ ഡിവോഴ്സും കൂടിപ്പോവാന്ന് മാത്രം. കാരണം ആളുകൾക്ക് പ്രതികരണ ശേഷി കൂടുകയാണ്. ഒരു സൈക്കോളജിസ്റ്റ് പറഞ്ഞാണ് പെണ്ണുങ്ങൾക്ക് എന്നാ വിവരം വെക്കണം അന്ന് ഡിവോഴ്സ് കൂടുന്നുള്ളത്. കാരണം പണ്ടൊരു കാലത്ത് ഇതൊക്കെ സഹിച്ചു നിന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ആൾക്കാർ പ്രതികരിക്കാൻ തുടങ്ങി. ഞാൻ ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കരുതിട്ടാ, ആളുകളുടെ മാനസികാവസ്ഥ പറഞ്ഞതാ. അപ്പോൾ ആ കൊടും ക്രിമിനലിനെ പോലീസ് പിടിച്ചു. അൽഹംദുലില്ലാ, സന്തോഷമുണ്ട്. ഇന്ന് ആ സാധുരാടെ ഉപ്പ ഇതറിഞ്ഞിട്ട് സന്തോഷം കൊണ്ട് ആ മനുഷ്യൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടാകും. കാരണം സ്വന്തം മകളെ കൊന്ന, ആ പേരക്കുട്ടികളെ കൊന്ന ഈ മനുഷ്യനിക്ക് പടച്ചോൻ ഇവിടുന്ന് കൊടുക്കട്ടെ ശിക്ഷ. ഇവരൊന്നും ജയിലിൽ നിന്ന് പുറത്തേക്ക് വിടരുത്. ഇങ്ങനെ ഈ കൊലപാതകം നടത്തിയ ആളുകളെയൊന്നും എന്ത് ചെയ്യരുത്, ജാമ്യം കൊടുക്കരുത് എന്നുള്ള മറ്റു കേസ് പോലല്ല. ഓരോ തരത്തിലും ഇങ്ങോട്ട് അടിപിടി കൂടുമ്പോൾ കൊല്ലണതല്ലല്ലോ. ഇത് മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് വലിയ ഗൂഢാലോചനയല്ലേ. ഇയാളന്ന് തിരഞ്ഞെടുത്ത ദിവസവും റമദാനിൻ്റെ ഒരു വിശുദ്ധമായ രാത്രിയല്ലേ അന്ന്. പെരുന്നാളിൻ്റെ തലേന്ന് എല്ലാവരും സന്തോഷിക്കുമ്പോൾ ആ മക്കൾ വെള്ളം കുടിച്ച് മരിക്കുന്ന ഒരു സാഹചര്യം. റബ്ബേ, എന്ത് ക്രൂരതയാണ് മനുഷ്യൻ. എന്തിനാണ് അയാൾ നിസ്കരിച്ചിരുന്നത്? ആ നിസ്കാരത്തിൻ്റെ കാരുണ്യൊക്കെ എവിടെ? നമ്മൾ നിസ്കാരം, നോമ്പ്, ദിക്ർ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ റസൂലുള്ളാഹിൻ്റെ റഹ്മത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. അതില്ലെങ്കിൽ പിന്നെ എന്തിനാ അത് ചെയ്തിട്ട്? കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഇത്തരം അസ്വസ്ഥതയാണ്. ഇതൊരാളെ പിടിച്ചല്ല സന്തോഷം. നിങ്ങൾ ഓർമ്മ ഉണ്ടോ ആ സംഭവം? എനിക്ക് നല്ല ഓർമ്മ ഉണ്ടാകുന്നത് ആ വാർത്ത. അന്നപ്പോൾ നമ്മളിങ്ങനെ വല്ലപ്പോഴൊക്കെ ഇതുപോലത്തെ വലിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ പത്രങ്ങളൊക്കെ അത് വായിക്കാം. ഇതിലും എൻ്റെ മനസ്സിൽ നിന്ന് മായാത്തൊരു സംഭവമാണ് അത്. നമ്മുടെ വീഡിയോ കാണുന്ന അരീക്കോട്ടുകാർക്ക് ഒരു പക്ഷേ കൂടുതൽ വിവരങ്ങൾ അറിയുണ്ടാവും. നിങ്ങൾ ആ പേരുകളത് പങ്കുവെക്കാൻ മറക്കരുത്. നമ്മളിന്ന് ചോദിക്കുന്നൊരു ചോദ്യം, ഇറാനിൽ അമേരിക്കയുടെ 2 സൈനിക വിമാനങ്ങൾ ഇറാൻ സേന തകർത്തിട്ടു, പിന്നെ ഒരു ഹെലികോപ്റ്ററും തകർത്തിട്ടു. അതിൽ ഒരു പൈലറ്റിനെ അമേരിക്ക രക്ഷപ്പെടുത്തിക്കൊണ്ടേ. ഒരു പൈലറ്റ് എവിടെ ഉണ്ട്? ഇറാനിലുണ്ട്. അതിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് റഡാറിലൊന്നും കുടുങ്ങാതെ താഴ്ന്നു പറക്കുന്ന അമേരിക്കൻ വിമാനങ്ങളുടെയൊക്കെ വീഡിയോസുകളൊക്കെ പുറത്തു വന്നിരുന്നു. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നേരത്തെ ഇറാൻ പറഞ്ഞിരുന്നത് ആ അമേരിക്കൻ പൈലറ്റിനെ കണ്ടാൽ ഉടൻ തന്നെ വെടിവെച്ച് കൊല്ലാനാണ്. പിന്നീട് അവർക്ക് മനസ്സിലായത് ഇയാളെ ജീവനോടെ പിടികൂടണം. അങ്ങനെ ജീവനോടെ പിടികൂടുന്നവർക്ക് ഒരു വലിയ തുകയൊക്കെ ഇറാൻ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജീവനോടെ പിടികൂടാണെങ്കിൽ അയാളെ വെച്ച് വിലപേശിയിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണോ വേണ്ടത്, അതോ അയാളെ ജീവൻ നഷ്ടപ്പെടുത്തിയിട്ട് പ്രതികാരം തീർക്കലാണോ വേണ്ടത്? എന്താണ് നിങ്ങളുടെ മനസ്സിൽ തോന്നിയൊരു കാര്യം? എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം, അയാളെ വെച്ചിട്ടൊരു വിലപേശൽ നടത്തുക, എന്നിട്ട് നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടിട്ട് യുദ്ധം എങ്ങനെയും അവസാനിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഉപായം. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.